കർണാടക മുഖ്യമന്ത്രി തർക്കത്തിൽ രാഹുൽ ഗാന്ധിയുടെ വാട്സപ്പ് മെസ്സേജ് ചർച്ചയാകുന്നു. ദയവായി കാത്തിരിക്കൂ, ഞാൻ വിളിക്കാമെന്ന് DK ശിവകുമാറിന് അയച്ച മെസ്സേജാണ് ചർച്ചയാകുന്നത്. രാഹുൽ ഗാന്ധിയെ കാണാൻ DK ശിവകുമാർ സമയം തേടിയിരുന്നു. അതിനിടെ മുഖ്യമന്ത്രി തർക്കത്തിൽ BJPയുടെ പിന്തുണ തള്ളി DK ശിവകുമാർ രംഗത്തെത്തി. BJPയും ജനതാദളും തന്നെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ടെന്നും തന്റെ കാര്യം കോൺഗ്രസ് നേതൃത്വം നോക്കുമെന്നും ശിവകുമാർ വ്യക്തമാക്കി. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, വെരി വെരി ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. കർണാടകയിൽ നിന്ന് വരുന്ന വാർത്തകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ല. രാഹുൽ ഗാന്ധിയെ കാണാൻ പലതവണ DK ശിവകുമാർ ശ്രമിച്ചിട്ടും ദയവായി കാത്തിരിക്കൂ, ഞാൻ വിളിക്കാം എന്നൊരു മെസ്സേജ് മാത്രമാണ് രാഹുൽ ഗാന്ധിയിൽ നിന്ന് കിട്ടിയത്. അതിൽ ശിവകുമാർ ഏറെക്കുറെ അസംതൃപ്തനുമാണ്. 10ഓളം MLA മാർ DK ശിവകുമാറിനെ പിന്തുണച്ച് ഡൽഹിയിലെത്തി കാത്തിരുന്നെങ്കിലും ഹൈക്കമാൻഡിനെ കാണാൻ സാധിച്ചില്ല. DK ശിവകുമാർ ആണെങ്കിൽ മുഖ്യമന്ത്രിയായേ അടങ്ങൂ. എന്നാൽ സിദ്ധരാമയ്യയെ മാറ്റാൻ ഇപ്പോൾ തൽക്കാലം ഹൈക്കമാൻഡിന് താല്പര്യവുമില്ല. എങ്ങനെയാണ് കർണാടകയിലെ കോൺഗ്രസ് രാഷ്ട്രീയം മുന്നിലേക്ക് പോകുന്നത്? രാഹുൽ ഈ വിഷയത്തിൽ ഇടപെടുമോ? DK ശിവകുമാറിന്റെ ആശങ്കകൾ പരിഹരിക്കുമോ? അങ്ങനെ പരിഹരിച്ചാൽ എന്ത് പോംവഴിയാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്? ആദിൽ പാലോട്. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ വാട്സപ്പ് മെസ്സേജാണ്. വലിയ തോതിൽ ഇത് കോൺഗ്രസിനുള്ളിലും പുറത്തുമൊക്കെ ദേശീയ രാഷ്ട്രീയത്തിലും ചർച്ചയാകുന്നുണ്ട്. ഇതിന് സമാനമായ പല അനുഭവങ്ങളും കോൺഗ്രസിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മ സമാനമായ പ്രശ്നങ്ങളുമായി രാഹുൽ ഗാന്ധിയെ കാണാനെത്തിയപ്പോൾ അദ്ദേഹം വളർത്തുനായയോട് കാണിക്കുന്ന ഒരു പരിഗണന മാത്രമേ കാണിച്ചുള്ളൂ എന്ന ആക്ഷേപമുണ്ടായിരുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കാര്യത്തിൽ മധ്യപ്രദേശിലും സമാനമായ അനുഭവമുണ്ടായി. രണ്ടുപേരും പിന്നെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളായി മാറുന്നതായിരുന്നു കാഴ്ച. DK ശിവകുമാറിന്റെ കാര്യത്തിലും ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത് എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ അടക്കം പറച്ചിലുണ്ട് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. DK ശിവകുമാർ ആഴ്ചകളായി രാഹുൽ ഗാന്ധിയെ കാണാനും ഹൈക്കമാൻഡിനെ കാണാനുമുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് വന്നൊരു വാട്സപ്പ് മെസ്സേജാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്ലീസ് വെയിറ്റ്, ഐ വിൽ കോൾ യു എന്ന വാട്സപ്പ് മെസ്സേജാണ്. പിന്നീട് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടുമില്ല. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വരുന്ന ശനിയാഴ്ച 29-ാം തീയതി DK ശിവകുമാർ സോണിയാഗാന്ധിയെ കാണാൻ അനുമതി തേടിയിരിക്കുന്നു എന്ന വാർത്ത കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ദിരാഭവനിലാണ്, കോൺഗ്രസ് ആസ്ഥാനത്താണ്. ഇനി ഇവിടെ നിന്ന് DK ശിവകുമാർ കൂടി പടിയിറങ്ങുമോ എന്ന ചോദ്യം പൊതുവിൽ ഉയരുന്നുണ്ട്. പക്ഷേ BJPയുടെ വാഗ്ദാനം, BJPയുടെ നീക്കങ്ങൾ, തന്ത്രങ്ങളൊക്കെ അവഗണിച്ചു വിടുകയാണ് DK ശിവകുമാർ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം സദാനന്ദ ഗൗഡ, BJPയുടെ മുൻ മുഖ്യമന്ത്രി, പറഞ്ഞത് DK ശിവകുമാർ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ BJP പുറത്തുനിന്ന് പിന്തുണയ്ക്കാം എന്നുള്ളതാണ്. ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രം, രാഷ്ട്രീയ തന്ത്രം BJP പ്രയോഗിക്കുന്നു. പക്ഷേ BJPയുടെ കാര്യം BJP നോക്കിയാൽ മതി, കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല, തന്റെ കാര്യം കോൺഗ്രസ് പാർട്ടി നോക്കിക്കൊള്ളും, തന്റെ കാര്യം അവർക്ക് ആരും വിഷമിക്കേണ്ട എന്നാണ് DK ശിവകുമാറിന്റെ പ്രതികരണം. ഏതായാലും ഉടൻ തന്നെ പ്രശ്നം പരിഹരിച്ചേ മതിയാവൂ. സിദ്ധരാമയ്യയും DK ശിവകുമാറിനെയും അടുത്ത ദിവസങ്ങളിൽ തന്നെ ദില്ലിയിലേക്ക് വിളിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഡിസംബർ 1 മുമ്പ് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം നടക്കുകയാണ്. സോണിയാഗാന്ധിയുടെ ഇടപെടൽ തേടിയിരിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമുള്ള ഒരു യോഗം ഇത് സംബന്ധിച്ച് ചേരുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഏതായാലും അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നുള്ളതാണ്. കോൺഗ്രസിന്റെ തുരുത്തുകളിലൊന്നായ കർണാടക കൂടി കൈവിട്ടു പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്ന വികാരമുണ്ട്. അതിനുള്ള നീക്കങ്ങൾ തുടരുകയുമാണ് ദില്ലിയിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട്. താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. അതിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ദില്ലിയിൽ എന്താ കാലാവസ്ഥ വലിയ മോശമാണെന്ന് തോന്നുന്നു. തണുപ്പ് കൂടുമ്പോൾ വായുമലിനീകരണത്തിന്റെ നിരക്കും കൂടി വരികയാണ് അല്ലേ അതിൽ? ഉറപ്പായും നമ്മുടെ ദില്ലിയിലെ എല്ലാവരുടെയും, മലയാളികളാകട്ടെ മറ്റുള്ളവരാവട്ടെ, ദില്ലിയിലെ എല്ലാവരുടെയും ഇപ്പോൾ ഒരു കഫ് തലസ്ഥാനം എന്നൊക്കെ ഇങ്ങനെ ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി വിടുന്നുണ്ട്. ആ രൂപത്തിൽ കഫക്കെട്ടും ശാരീരിക പ്രശ്നങ്ങളും ജലദോഷവും ഒക്കെയായി ആർക്കും സുഖകരമായൊരു സ്ഥിതിയല്ല ദില്ലിയിൽ എന്നതാണ് നിലവിലെ കാലാവസ്ഥ. നല്ല തണുപ്പാണ്. നമുക്കൊരു ചെറിയൊരു കോട്ടൊക്കെ ഇട്ടെങ്കിൽ മാത്രമേ, ജാക്കറ്റൊക്കെ ഇട്ടെങ്കിൽ മാത്രമേ രാവിലെയൊക്കെ ഇറങ്ങി നടക്കാൻ കഴിയുകയുള്ളൂ. അതിനേക്കാൾ കൂടുതൽ പ്രശ്നമാണ് ഈ കാലാവസ്ഥ മലിനീകരണം, വായുമലിനീകരണം, ജലമലിനീകരണം. നല്ല വെള്ളം കിട്ടില്ല, കുടിക്കാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും ഒക്കെ. നമ്മൾ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ളതാണ് ഈ വെള്ളമൊക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ. ആ രൂപത്തിലാണ് ഇപ്പോൾ ദില്ലിയിലെ അവസ്ഥ എന്നുള്ളതാണ്. അതിൻ്റെതായ ശാരീരിക പ്രശ്നങ്ങൾ പൊതുവിൽ ദില്ലിയിൽ എല്ലാവർക്കും ഉണ്ട്. അരുൺകുമാർ, ശരിയാണ്. അതിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ശ്വാസം മുട്ടുന്നത് പോലെ അല്ലേ, ഒരു കഫ് ക്യാപിറ്റലായിട്ട് നമ്മുടെ ക്യാപിറ്റൽ മാറുകയാണോ എന്നുള്ളതാണ്. വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ചെറിയ ആസ്മാറ്റിക് സിംറ്റം ഉള്ളവർക്ക്, ചെറിയ ഈസ്നോഫീലിയ അലർജിക് ആയിട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ ഡൽഹിയിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ശ്വാസകോശ സംബന്ധമായ അസുഖം വർദ്ധിക്കുന്നൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് കരുതലോടുകൂടി മാത്രം നിങ്ങൾ പുറത്തിറങ്ങുക. കഴിവതും അതിരാവിലെയും വൈകുന്നേരവും
ഈ യോഗാഭ്യാസം അടക്കം പുറത്ത് ചെയ്യുന്നവരത് തൽക്കാലം ഒഴിവാക്കുക. വീടിനുള്ളിൽ തന്നെ പരമാവധി ഇരിക്കാൻ ശ്രമിക്കുക. അതല്ലാതെ മറ്റു മാർഗ്ഗമില്ല. തണുപ്പ് കൂടുമ്പോൾ ഈ വായുമലിനീകരണ തോത് കൂടും. ഇനി ഡിസംബർ വരെ ഇത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. മറ്റേ ഈ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ സമയത്ത് ഡൽഹിയിലേക്ക് വിനോദയാത്ര പോകാതിരിക്കലാണ് നല്ലത്. ജനുവരിയൊക്കെ കഴിഞ്ഞ് അന്തരീക്ഷം ഒന്ന് തെളിയട്ടെ, നമുക്ക്